രണ്ട് നൂറ്റാണ്ട് മുമ്പ് കേരളത്തിന്റെ വടക്ക് നിന്ന് പടപ്പുറപ്പാടുമായി കേരളത്തിലേക്ക് കടന്നു കയറിയ മൈസൂർ നവാബായിരുന്ന അക്രമകാരി ടിപ്പുവും കേരളത്തിന്റെ വടക്ക് നിന്ന് മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്ന പിണറായിക്കാരൻ വിജയനും തമ്മിൽ ഹിന്ദു നിന്ദയുടെ കാര്യത്തിലും ക്ഷേത്രക്കൊള്ളയുടെ വിഷയത്തിലും സമാനതകളേറെയാണ്. ചരിത്രവും വർത്തമാനവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ടിപ്പുവിന്റെ പിതാവ് ഹൈദരാലിയുടെ മരണശേഷം 1782 മുതൽ 1792 വരെ ആദ്യത്തെ 10 വർഷം കേരളത്തിലേക്ക് അയാൾ നടത്തിയ എല്ലാ പടയോട്ടങ്ങളുടെയും ലക്ഷ്യം ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കലും ക്ഷേത്രങ്ങൾ തകർക്കലുമായിരുന്നുവെന്ന് കർണാടക ചരിത്രകാരന്മാർ വിലയിരുത്തുന്നുണ്ട്. ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്ന സാമൂഹ്യ വ്യവസ്ഥ തകർത്തു. നിർബന്ധിത മതപരിവർത്തനവും അത് ചെറുക്കുന്നവരുടെ കൂട്ടക്കുരുതിയും നടത്തി. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സമാനമായ രീതിയിലാണ് പിണറായിയും ഹിന്ദുക്കളോട് പെരുമാറിയത്. ക്ഷേത്രങ്ങൾ തല്ലി തകർത്തില്ല എന്നു മാത്രം. ഭരണ പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ക്ഷേത്ര മുതലുകൾ പിണറായി കൊള്ളയടിച്ചത്. ഇതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ, അതായത് ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ നവകാല നവാബ് നടത്തിയ മുതലുകളുടെ കണക്കെടുക്കാൻ കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മൈസൂരിലെ നവാബ് എത്തിയത് കൊള്ളക്കാരായ പട്ടാളക്കാരെയും കൊണ്ടാണ്. കേരളത്തിലെ പുതിയ നവാബ്, അതായത് പിണറായി, ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചു. ഇതിനായി പുതിയ സാങ്കേതിക വിദ്യയും കൂട്ടുപിടിച്ചു. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ളവർക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റി. മൈസൂരിലെ ഹിന്ദു രാജാക്കന്മാരുടെ കാലത്ത് പട്ടാളത്തിൽ ഒരു സാധാരണക്കാരനായി ജോലിയിൽ ചേർന്ന ഹൈദർ സവർണ രാജാക്കന്മാരുടെ സഹായം കൊണ്ടാണ് ഉയർന്ന പദവികളിൽ വന്നത്. കണ്ണൂരിലെ ദരിദ്ര തൊഴിലാളി കുടുംബത്തിൽ പിറന്ന വിജയന്റെ വളർച്ചയ്ക്ക് സഹായകവും പ്രോത്സാഹനവും നൽകിയത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ്. മൈസൂർ നവാബും പിണറായി വിജയനും തികഞ്ഞ ഏകാധിപതികളാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന് ടിപ്പു പരീക്ഷിച്ച് വിജയിച്ചതും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന നയം തന്നെയാണ് വിജയനും പാർട്ടിക്ക് അകത്തും പുറത്തും മന്ത്രിസഭയിൽ പോലും നടപ്പിലാക്കി വരുന്നത്. പിണറായി വിജയന്റെ സഹയാത്രികരായ പോപ്പുലർ ഫ്രണ്ടുകാരും ഈ നയമാണ് നടപ്പാക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ പേരിൽ വംശഹത്യ നടത്തിയ ടിപ്പുവും 20-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കമ്മ്യൂണിസത്തിന്റെ പേരിൽ നിരവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ക്ഷേത്ര മുതലുകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന പിണറായിയും തമ്മിൽ സമാനതകളേറെയാണ്. മൈസൂർ നവാബ് ഭീഷണിയിലൂടെയും കൂട്ടക്കുരുതിയിലൂടെയും ഇസ്ലാമിന്റെ ഭീകരമുഖമാണ് മലയാളികൾക്ക് നൽകിയതെങ്കിൽ, കാലോചിതമായ മാറ്റങ്ങളോടെ വീട്ടിലെ വിവാഹബന്ധം വഴി പിണറായി വേറിട്ടൊരു രീതിയിലാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. കേരളത്തിലേക്കുള്ള പടയോട്ടങ്ങൾ കൂടുതലും ഹൈദറും ടിപ്പുവും നടത്തിയത് വയനാട്ടിലൂടെയായിരുന്നു. പടയോട്ടങ്ങൾക്ക് മുൻപ് വയനാട് വനവും തോട്ടങ്ങളും ചതുപ്പുമായി കിടന്ന വലിയൊരു ഭാഗം ജനനിബിഡ വനവും സമ്പന്നരുമായിരുന്ന കുടിയിരിപ്പുകാരും വമ്പൻ ക്ഷേത്രങ്ങളും നിറഞ്ഞതായിരുന്നുവെന്ന് വാമൊഴികളും വരമൊഴികളുമുണ്ട്. AD 12-ാം ശതകത്തിനു ശേഷം വയനാട്ടിൽ ഉയർന്നു വന്ന ജനവാസ കേന്ദ്രങ്ങളുടെ വലുപ്പവും പ്രതാപവും വിളിച്ചോതുന്ന തെളിവുകൾ അവിടങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു. കാരണം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജനങ്ങൾ വ്യവഹാര കേന്ദ്രങ്ങളായി ഉപയോഗിച്ചത് ക്ഷേത്രങ്ങളായിരുന്നു. വടക്ക് കോട്ടിയൂർ പാലുകാച്ചി മേഖലയിലെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ മുതൽ തെക്ക് ചേമ്പ്ര അടിവാരം വരെയും കിഴക്കൻ അയ്യൻകൊല്ലി മുതൽ പടിഞ്ഞാറ് ചൂരാണി വരെയും ഇപ്പോൾ മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന ക്ഷേത്രസ്ഥാനങ്ങൾ ആ നഷ്ടഭൂതകാലത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. വെണ്ണക്കല്ലിലും കരിങ്കല്ലിലും പടുത്ത ദേവാലയ സമുച്ചയങ്ങളുടെ എണ്ണം 200-ലേറെ വരും. കുടുംബക്ഷേത്രങ്ങൾ വേറെ. തിരുനെല്ലി, തൊണ്ടർനാട്, അമ്പലവയർ, ചീക്കല്ലൂർ, കാവുമന്നം കൊയിലേരി, പുഞ്ചവയൽ, പുൽപ്പള്ളി, പൊൻകുഴി, ഗണപതിപട്ടം തുടങ്ങിയ ക്ഷേത്ര നഗരങ്ങളും ഒറ്റപ്പെട്ട മറ്റു നിരവധി ക്ഷേത്രങ്ങളും പൊടുന്നനെ അങ്ങ് ഒരു കാരണവുമില്ലാതെ മണ്ണടിയുന്നത് എങ്ങനെയാണ്? വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വലിയ ക്ഷേത്രങ്ങളൊക്കെയും പഴയ വാണിജ്യ പാതകളിലാണ്. അതിലൂടെയാണ് മൈസൂർ പടയോട്ടങ്ങളും റെയ്ഡുകളും നടന്നത്. നൂറുകണക്കിന് ക്ഷേത്രങ്ങളും തകർക്കാനും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാനും ക്രിമിനൽ സൈനിക സംഘങ്ങളെ കയറൂരി വിട്ട നവാബ് അവസാന കാലത്ത് മാറിയതിന് തെളിവുകളുണ്ട്. ശ്രീരംഗപട്ടണത്ത് തന്റെ കോട്ടയ്ക്കുള്ളിൽ ക്ഷേത്രത്തിൽ പുരോഹിതന്മാർ നടത്തിയിരുന്ന പൂജകളിൽ പങ്കെടുത്തതിനും ദാനധർമ്മങ്ങൾ നടത്തിയതിനും സാക്ഷികളുണ്ട്. ശ്രീരംഗനാഥ, നെഞ്ചുണ്ടേശ്വര തുടങ്ങിയ കർണാടക ക്ഷേത്രങ്ങൾക്കും മലബാറിലെ ചില ക്ഷേത്രങ്ങൾക്കും നവാബ് നൽകിയ വഴിപാടുകൾക്ക് കയ്യും കണക്കുമില്ല. പിണറായിയുടെ ഭാര്യയും മകളും അടുത്ത കാലത്തായി നടത്തുന്ന ക്ഷേത്ര ദർശനങ്ങളും നടത്തുന്ന വഴിപാടുകൾക്കും ടിപ്പു നടത്തിയ വഴിപാടുകൾക്കും സമാനതകളേറെയാണ്. ജ്യോതിഷ പണ്ഡിതരുടെ ഉപദേശപ്രകാരം ഔദ്യോഗിക വസതിയിലെ ഗോശാല പരിപാലനത്തിലൂടെയും ആഗോള അയ്യപ്പ സംഗമവും നടത്തി അന്നദാനത്തിലൂടെ പിണറായി പാപപരിഹാരത്തിന് ശ്രമിക്കുന്നുവെന്ന് വാർത്തകളിൽ കൂടി അറിയുന്നു. പിണറായിയും ടിപ്പുവിന്റെ അതേ പാതയിലാണ്. വിവാദമായ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് സംസ്ഥാനത്ത് നാമജപയാത്ര നടത്തിയതിനും ഇരുമുടി കെട്ടേന്തി ശബരിമലയ്ക്ക് പോയതിനും പിണറായി 10,000 കേസുകളിലായി 16,000-ഓളം ഭക്തജനങ്ങളെയാണ് വേട്ടയാടിയത്. ഇതിനൊക്കെയുള്ള പ്രായശ്ചിത്തം എങ്ങനെ ചെയ്തു തീർക്കുമെന്ന് കാലം കാതോർക്കുകയാണ്.